പെട്ടെന്നാലേ 1 വീക്കൊക്കെ കടന്നു പോണത്. ഒരു സൺഡേ കഴിഞ്ഞു ടപ്പേ അറിയുമ്പോഴത്തേന് ഇതാ വേറൊരു സൺഡേ വരുന്നത്. അങ്ങനെ ഇതാ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് കാക്കൂന് ഫ്രീ ആണ്. സ്വാഭാവികമായിട്ടും റൂമിലിരിക്കാൻ പറ്റൂല, എങ്ങനെ ആയാലും എവിടേക്കെങ്കിലും പുറത്തിറങ്ങണം. സൺഡേ ആയാൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങും, നമ്മൾ ഇന്നെങ്ങട്ടാ പോവാ. അങ്ങനെ ഇതാ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ വേറൊരു സ്ഥലമായിരുന്നു പ്ലാൻ ചെയ്തത്, അങ്ങോട്ട് പിന്നെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പ്ലാൻ മാറ്റി പിടിച്ചതാണ്. എനിവേ, വെൽക്കം ടു മൈ അനദർ ദുബായ് വ്ളോഗ്. ചെറിയൊരു ഊരുതണ്ടൽ വ്ളോഗാണ്. ജസ്റ്റ് ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് പോണ പ്ലേസ് ഇങ്ങൾക്കും കൂടി കാണിച്ചു തരാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിന്ന് പോണത് അൽസീഫ് ഓൾഡ് ബർദുബായിലാണ്. ഇത് ദേറയിലാണ് കേട്ടോ ഈ പ്ലേസ് വരുന്നത്. ദേറയിൽ നമ്മളപ്പോൾ ബോട്ട് എടുത്തു, അക്കരെ കടക്കാണ്. ജസ്റ്റ് 2 ദിറംസ് ഉള്ളൂ കേട്ടോ ഇതിൽ പേ ചെയ്യുക. പക്ഷേ നമ്മൾ നോവൽ കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്യുക. ഞങ്ങളിങ്ങനെ പോവാണ്. നല്ല രസമാട്ടോ ഇതിൽ പോവാൻ, പക്ഷെ പെട്ടെന്ന് എത്തും. എൻ്റെ മൈൻഡിൽ ഇത് പെട്ടെന്ന് എത്തരുതേ, കുറച്ചുകൂടി പോകണേന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തി. ബോട്ട് മെല്ലെ ഇങ്ങനെ ലാൻഡ് ചെയ്തു. കാക്കു കേട്ടോ നോവൽ കാർഡ് വെച്ച് പേ ചെയ്യണത്. ഞാൻ വീഡിയോ എടുക്കണോണ്ട് കാക്കു എൻ്റെ കൂടി പേ ചെയ്യാണ്. അങ്ങനെ മെല്ലെ ഇങ്ങനെ നമ്മൾ ഇറങ്ങി. ജസ്റ്റ് അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളൊരു ഇൻട്രോ വീഡിയോ എടുക്കാൻ കേട്ടോ. അങ്ങനെ ഫൈനലി ഗായ്സ് ഞങ്ങളിവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ മെയിൻ ആവാണ്. അന്ന് നോക്കണ്ട, ജസ്റ്റ് മെയിൻ ആവില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 6:30 കഴിഞ്ഞിരുന്നു കേട്ടോ. നല്ല ലൈറ്റൊക്കെ നല്ല കുറവായിരുന്നു. പിന്നെ അവിടെ ഒരു 7:30 ഒക്കെ ആവുമ്പോഴേ ഇവിടെ ഇരുട്ടായി തുടങ്ങുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിതാ എൻട്രൻസിൽ തന്നെ എത്തി. അവിടെ ഫസ്റ്റ് തന്നെ കാണുന്നത് ഒരു അറേബ്യൻ വിൻറ്റേജ് ഹോട്ടലാണ്. അൽസീഫ് ഹെറിറ്റേജ് ഹോട്ടലാണ് ഇതിൻ്റെ പേര്. ഒരു ഭയങ്കരമായിട്ട് ട്രഡീഷണൽ സ്റ്റൈലുള്ള ഒരു അറേബ്യൻ ഹോട്ടലാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ കൂടെ ഈ ചെറിയൊരു വഴിയിലൂടെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഓൾഡ് ദുബായ് ഫീലാണ് കേട്ടോ. അതിനാണല്ലോ ഓൾഡ് ബർദുബായ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറും ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് രസമാണ് ഇവിടെ. നമ്മൾ ഒറ്റൊരു ബിൽഡിങ്ങിനും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ഫിനിഷിങ് ഇല്ലാത്ത ഓരോരോ സ്റ്റൈലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഷോപ്പിംഗ് ഏരിയാസ്, റെസ്റ്റോറൻറ്റ്, കഫേ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ള ഈ ഡ്രസ്സുകളൊക്കെ ഭയങ്കര റോയലായിട്ട് പണ്ടത്തെ ഓരോരോ ഡ്രസ്സുകളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോസ് മുഖ്യം പിക്കില്ലേ. പിന്നെ അവിടെ എന്താ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. ഇതൊരു ബിൽഡിങ്ങിൻ്റെ മേലേക്കുള്ള ഒരു ഏരിയ ആണ്, ഒരു സ്റ്റെപ്പാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഞങ്ങൾ പോയി നോക്കിയിട്ടില്ല കേട്ടോ, എന്താണ് അറിയില്ല. പിന്നെ അവിടുത്തെ ഓരോരോ കഫേ സ്റ്റൈൽ ഫുൾ ഡിഫറെൻറ്റ് സ്റ്റൈലാണ് കേട്ടോ. ഭയങ്കരമായിട്ട് രസം. ഒരു കഫേ കണ്ട അപ്പം നമുക്ക് അവിടെ പോയി ഫോട്ടോസ് എടുക്കാൻ തോന്നും. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. ഇവിടെ അടിപൊളി നല്ല സെലക്ഷനിലെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ബീച്ച് വെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളാണ്. അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു സാധനം അവിടെ നിന്ന് മേടിക്കൂല കേട്ടോ, ഭയങ്കര റേറ്റാണ്. ഞങ്ങൾ ഒരു ചെറിയൊരു മിനറൽ വാട്ടറിൻ്റെ ചെറിയൊരു കുപ്പി മേടിച്ച്. അതിനുണ്ട് 5 ദിറംസ്. ചെറിയ കുപ്പിയാണ്, ചെറുത്, ജസ്റ്റ് 2 വായിക്ക് കുടിക്കാനല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനുണ്ട് 5 ദിറംസ്. സാധനങ്ങളൊന്നും മേടിക്കൂല, ഭയങ്കര കൊല്ലണ റേറ്റ് ആവും കേട്ടോ. നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കാണുക. പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ, സാധനങ്ങളൊന്നും മേടിക്കണില്ല. എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കാണുക, ഫോട്ടോസ് എടുക്കുക. ടൂറിസ്റ്റ് ഏരിയ അല്ലേ, അതാവും മേ ബി. പിന്നെ ഇതാ ലൈറ്റൊക്കെ നല്ലോണം കുറഞ്ഞ് വരുന്നുണ്ട്, കാരണം ഇരുടായി വരികയാണ്. ഇതാണ് കേട്ടോ നമ്മൾ വന്ന പ്ലേസ്. നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ. ഒരു സൈഡ് ഓൾഡ് ദുബായ്, ഒരു സൈഡ് ന്യൂ ദുബായ്. പിന്നെ ഇതാ അവിടുത്തെ ലൈറ്റുകളൊക്കെ ഏകദേശം ഓണായി തുടങ്ങിയിരിക്കണ്, കാരണം ഇരുടായി തുടങ്ങുന്നുണ്ട്. ആൾക്കാരും ഏറി തുടങ്ങുന്നുണ്ട്, ആൾക്കാരൊക്കെ ഇങ്ങനെ ഏറി വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഫുൾ ഓരോരോ തരം ഷോപ്പുകളാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പഴയ കാല ഫോട്ടോസ്, പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു അത്തറിൻ്റെ ഒരു ഷോപ്പാണ്. ഇതിൽ കൂടെ കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലിംഗ് കിട്ടും, ഭയങ്കര രസം. പണ്ടത്തെ ഫുൾ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ ഇത്. പിന്നെ അത് അവിടെ പണ്ടത്തെ ഒരു മിറർ ഉണ്ടായിരുന്നു, ഓൾഡ് മിറർ ഉണ്ടായിരുന്നു. അവിടെ ജസ്റ്റ് കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ. പിന്നെ ഞാൻ ഈ സംഭവം ഫിലിമിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഓൾഡ് റേഡിയോ ആണ് തോന്നുന്നുണ്ട്, മ്യൂസിക്കൊക്കെ കേൾക്കണേ. പിന്നെ കുറച്ച് ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. പിന്നെ എന്താ പഴയ കാല ഫോട്ടോസ് ഉണ്ടായിരുന്നു, കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാട്ടോ അതൊക്കെ നോക്കാൻ. ഓരോ ശൈലികളും കാര്യങ്ങളൊക്കെ ആവും മേ ബി. പിന്നെ ഇതൊരു വലിയൊരു ലോകമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെത്തിയാൽ നമ്മൾ വേറൊരു ലോകത്തിലെത്തിയ പോലെയാണ്. നമ്മൾ റൂട്ടിൽ പോയാൽ പിന്നെ മറ്റേ റൂട്ടിലേക്ക് പോകാൻ നമുക്ക് വഴി തെറ്റും. എനിക്കൊക്കെ എത്രയോ വഴി തെറ്റിയിട്ടുണ്ട് പോകുമ്പം. പിന്നെ ഇവിടെ കുറേ അധികം ഓൾഡ് ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇതാ കുറേ അധികം ഓൾഡ് വിൻറ്റേജ് ടോയ്സുകൾ ഉണ്ട് കേട്ടോ.
ഫുൾ പലതരം വണ്ടികളുണ്ട്. കാക്കു ഇതിൻ്റെ ഓരോരോ പേര് പറഞ്ഞു തരുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാക്കോട്ടിൻ്റെ അടുത്ത് നിന്ന് പോരുന്നേ ഇല്ല. പിന്നെ പണ്ടേ ഈ ടോയ്സിനോട് ഭയങ്കര ക്രൈസാട്ടോ മൂപ്പർക്ക്. പിന്നെ ഇതാ കുറേ അധികം എന്തൊക്കെയോ വിളക്ക് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ എന്താ വീണ്ടും മിറർ കണ്ടാൽ പിന്നെ നമുക്ക് ഒരു വീക്ക്നെസ് ആണല്ലോ. ഇത് പിന്നെന്താ കാക്കു പറഞ്ഞാൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണ് എന്ന്. അങ്ങനത്തെ ഒരു വിളക്കാട്ടോ സംഭവം. കുറേ അധികം പല ഐറ്റംസ് വിളക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇത് പിന്നെ നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ടില്ലേ, മറ്റേ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ എല്ലാം തൊപ്പി, അതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ നേരിൽ കാണുന്നതും തൊടുന്നതൊക്കെ. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തപ്പോഴാണ് ഒരു ക്യൂട്ട് കപ്പിളിൻ്റെ ഒരു വ്യൂ അതിൽ പെട്ടത്. പിന്നെ ഞങ്ങളിതാ അതിൽ കൂടെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അപ്പോഴാട്ടോ വേറൊരു ക്യൂട്ട് കപ്പിളിനെ കണ്ടത്. പക്ഷെ അവർ അടിച്ച് പിരിഞ്ഞോ എന്നൊരു ഡൗട്ട്. അമ്പിനി വില്ലിന് അടുക്കണില്ല കേട്ടോ അവർ. പിന്നെ ഞങ്ങളെ കുറച്ച് കപ്പിൾസ് എൻട്രി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് കുറേ അധികം ഫോട്ടോസ് വീഡിയോസൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്തു. കാരണം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, ആരും ശല്യം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പീസ്ഫുൾ ഏരിയ ആയിരുന്നു കേട്ടോ. ഞങ്ങളിതാ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അവിടെ രണ്ടാൾക്കാർ ഒന്നയക്കും കേട്ടോ. ഇവിടെ സ്നേഹപ്രകടനമൊക്കെ തുടങ്ങിയാണ്. ഞങ്ങളെ കണ്ട് ഇൻസ്പയർഡ് ആയതാവും മേ ബി. പിന്നെ ഇതാ ഞങ്ങളിതാ ഈ ഒരു വ്യൂ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. കുറേ ബിൽഡിങ് ചെറുതായിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഓണായി തുടങ്ങിയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വാട്ടർ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളിതാ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അവിടെ കാണുന്ന ബെഞ്ചും അവിടെ ഇരുന്നു. കൂട്ടത്തിൽ പൂച്ചകളും ഉണ്ടല്ലോ, ഒരു ക്യൂട്ട് വൈബല്ലേ. അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു, കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. ആ പുറത്ത് ഇങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. കാരണം കുറേ ബിൽഡിങ്സ്, ചെറിയ ലൈറ്റ്, വെള്ളം, ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ സംസാരിച്ചിരുന്നു. ടൈം പോയതേ അങ്ങനെ അറിഞ്ഞില്ല. കൂട്ടത്തിൽ ആ 2 പൂച്ചകൾ അവിടെ നിന്ന് എന്തൊക്കെയോ സർക്കസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതൊന്നും മൈൻഡ് ആക്കിയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. ഇതൊക്കെ കുറേ ഐസ്ക്രീം കഫകളാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ ഒരു ക്യൂട്ട് കഫകളൊക്കെ കാണാൻ. ഞങ്ങൾ പിന്നെ ഫൈനലി ഞങ്ങൾ കുറേ നേരം അലിഞ്ഞ് തിരിഞ്ഞിട്ടാട്ടോ ഈ എക്സിറ്റിക്ക് എത്തിയത്. അങ്ങനെ ഞങ്ങളിതാ നേരേക്ക് തിരിച്ച് ബോട്ട് കയറാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ട് കയറി. ഞങ്ങൾ പോന്നപ്പോഴും ഫ്രണ്ട് സീറ്റിലേന്, പോയപ്പോഴും ഞങ്ങൾക്ക് ആ സീറ്റ് തന്നെ കിട്ടിട്ടോ. നല്ല രസമാണ് കേട്ടോ. ഈ ഡേ വ്യൂവും കിട്ടി, നൈറ്റ് വ്യൂവും കിട്ടി. നൈറ്റ് വ്യൂക്ക് പ്രത്യേക ഒരു രസമാണ് കേട്ടോ. കാരണം ഈ ബിൽഡിങ്സിൽ ലൈറ്റൊക്കെ ഓൺ ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളത് അവിടെ എത്തി, നോവൽ കാർഡൊക്കെ വെച്ച് പേ ചെയ്തു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാട്ടോ ഓൾഡ് ബൽദിയ സ്ട്രീറ്റിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ.